എന്താണ് രാഷ്ട്രീയം എന്നതിൻ്റെ നിർവചനം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ഒരു 10, 20, 25 കൊല്ലം കഴിഞ്ഞാൽ രാഷ്ട്രം എങ്ങനെയിരിക്കും, രാഷ്ട്രം എന്തായിരിക്കും, നമ്മുടെ മക്കൾ എങ്ങനെ ഇരിക്കണം, 10 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കാര്യങ്ങളെ കാണണം എന്ന ചിന്ത മുൻകൂട്ടി വരുന്നതാണ് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന വാക്കിനർത്ഥം. ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കണം എന്ന കാര്യം, ഇതാണ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം. നമ്മളിപ്പോൾ വിട്ടുപോയത് രാഷ്ട്രീയം എന്നുള്ളത് മുഴുവൻ പാർട്ടി പൊളിറ്റിക്സിലേക്ക് മാറിയപ്പോൾ ഇവിടെ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കണ്ടാൽ ചിരി വരും. അതുകൊണ്ട് രാഷ്ട്രീയം വേണം എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും എന്ത് വേണം? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് കുഴപ്പം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും രാഷ്ട്രീയമില്ലാതായിപ്പോയി എന്നതാണ് തെറ്റ്. അത് മുഴുവൻ ഇലക്ഷനിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒതുങ്ങിപ്പോയി. അത് അവരെ കുഴപ്പമല്ല, കാലഘട്ടത്തിനനുസരിച്ച് വന്നുപോയതാണ്. ഏതെങ്കിലും പാർട്ടിയെ കുറ്റം പറയാനല്ല. അപ്പോൾ അങ്ങനൊരു പാകപ്പിഴ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്സ് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത്തരം പൊളിറ്റിക്സുകൾ എല്ലാ പാർട്ടിയിലും വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവർ പാർട്ടി വിട്ടിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കണം എന്നല്ല. എല്ലാ പാർട്ടിയിലും ഇത്തരം പൊളിറ്റിക്സ് ഉള്ളവർ ഉണ്ടാവുക, എല്ലാ സംഘടനയിലും ഉണ്ടാവുക. അങ്ങനൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇത്തരം കാഴ്ചപ്പാടുള്ള എല്ലാം കൂടി ഒരു പാർട്ടിയായാൽ സംഭവിക്കാൻ വന്നത് മറ്റുള്ളവയെ അഴുകാൻ വിടുക, അതല്ല വേണ്ടതെന്ന് അർത്ഥം. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു 3-4 പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറയാം. ഇത് എങ്ങനെയായാലും വായിക്കണം. ഒന്നാമത്തത് പുസ്തകം തന്നെ ഫുഡ് വെപ്പൺ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മലയാളത്തിലില്ല, ഇംഗ്ലീഷിലേ ഉള്ളൂ. എഴുതിയ ആൾ N. ശേഷഗിരി. പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുസ്തക പ്രസാധന വിഭാഗം. ഇത് 70-ന് മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോൾ കിട്ടാനില്ല, കോപ്പി കിട്ടാനില്ല. കൊണ്ട് ഫോട്ടോ കോപ്പി എടുക്കേണ്ടി വരും. ഇപ്പോൾ ഗവൺമെൻറ് അച്ചടിക്കുന്നില്ല, മാത്രമല്ല ആർക്കും വായിക്കാനും കൊടുക്കുന്നില്ല. പ്രസിദ്ധമായ ലൈബ്രറിയിൽ നിന്നത് കാണില്ല. 70-ന് മുമ്പുണ്ടായിരുന്ന വായനശാലകളിൽ ഇത് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം സായിപ്പിൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ തുറന്ന് കാണിക്കുന്ന, ഭക്ഷണം എങ്ങനെ ആയുധമാക്കണമെന്ന് കാണിക്കുന്ന ഗവേഷണ ഫലങ്ങൾ വെച്ച് എഴുതിയ പുസ്തകമാണ്. ഇതിൽ ഉദാഹരണമൊന്നുമില്ല, വെറും തിയറിയാണ്. പുസ്തകം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല, വളരെ കുറച്ചേ മനസ്സിലാവുള്ളൂ. മനസ്സിലാവണമെങ്കിൽ വർത്തമാന കാലത്തെ സംഭവങ്ങളുമായിട്ട് ഇതിനെ കൂട്ടി അണക്കാൻ കഴിയണം. അവർ ഇയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല, ഇയാൾ ഇന്ന ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പിന്നെ പറയാം. ഇതാണ് ഒരു പുസ്തകം. രണ്ടാമത്തത് വെതർ വെപ്പൺ, കാലാവസ്ഥയെ ആയുധമാക്കുക. ഇതും എങ്ങനെ സുനാമി ഉണ്ടാക്കാം, എങ്ങനെ ടോർണാഡോ ഉണ്ടാക്കാം, എങ്ങനെ ഹരിക്കെയിൻ ഉണ്ടാക്കാം, ടോർണാഡോയുടെ ഊർജ്ജം എത്രയാണ്, അത് എങ്ങനെ വരും, 10⁻21, 10ൻ്റെ കൂടെ 21 പൂജ്യം ഇട്ടാൽ വരുന്ന സംഖ്യ നമുക്ക് വായിക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ ഊർജ്ജത്തിൻ്റെയൊക്കെ കണക്കുണ്ട്. അത് ഒരു വലിയ സയൻസാണ്. പിന്നെ എന്താണ് മേഘം, എങ്ങനത്തെ ഒക്കെ മേഘമുണ്ട്, ഇതിങ്ങനെയാണ് മഴയായി പെയ്യുക, മൺസൂൺ റെയിൻ എന്താണ്, സൈക്ലോണിക് റെയിൻ എന്താണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഏത് വെതർ വെപ്പൺ. ഇതിനെങ്ങനെ മാറ്റിമറിക്കാം, എങ്ങനെ മഴ ഇല്ലാണ്ടാക്കാം, എങ്ങനെ മഴ പെയ്യിക്കാം എന്നൊക്കെ ഗവേഷണം നടന്നിട്ടുണ്ട്. എങ്ങനെ സുനാമി ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടന്നിട്ടുണ്ട്. ആ ഗവേഷണ റിപ്പോർട്ടുകളെല്ലാം അടങ്ങുന്നതാണ് ഇതിൻ്റെ അടുത്ത ഭാഗം. ഇതും എഴുതിയത് ശേഷഗിരി തന്നെയാണ്, N. ശേഷഗിരി തന്നെ. ഇയാൾ അമേരിക്കയിൽ റിസർച്ച് നടത്തുന്ന കാലത്ത് 15 കൊല്ലം കഴിഞ്ഞാൽ അമേരിക്ക റിസർച്ച് ചെയ്ത പേപ്പർ മുഴുവൻ തൂക്കി വിൽക്കും. അപ്പോൾ 50കളിൽ, 2ാം ലോകയുദ്ധത്തിന് ശേഷം 50കളിൽ നടന്ന ഗവേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ തൂക്കി വിറ്റപ്പോൾ ഇത് വാങ്ങി അതിൻ്റെ അകത്ത് ഇത് പഠിച്ചിട്ട് അയാൾ തിയറി മാത്രം എഴുതി വെച്ചതാണ് ഈ 2 പുസ്തകവും. മൂന്നാമത്തത് ആഗോളവൽക്കരണത്തിൻ്റെ പുതുയുദ്ധങ്ങൾ, മലയാളത്തിലുണ്ട്. ഡോക്ടർ വന്ദന ശിവ DCB പ്രസിദ്ധീകരിച്ചതാണ്. ഇതിപ്പോൾ കിട്ടും. ആഗോളവൽക്കരണത്തിൻ്റെ പുതുയുദ്ധങ്ങൾ. ഇത് വാങ്ങാം, വായിക്കാം. ഇനി അടുത്ത പുസ്തകം 2 ചരിത്ര പുസ്തകങ്ങളാണ്. ഒന്ന് അധിനിവേശത്തിൻ്റെ 500 വർഷങ്ങൾ, മലയാളത്തിലുണ്ട്, വാങ്ങിക്കാൻ കിട്ടും. ക്ലോഡ് അൽവാരീസ്. ഇപ്പോൾ ജൈവ കൃഷി ഇന്ത്യയിലാകെ നടത്തുന്നതിന് പ്രചരണം നടത്തുന്ന ഒരു സംഘടനയുണ്ട്, പേര് ഒഫായ് എന്നാണ്, ഓർഗാനിക് ഫാർമേഴ്സ് അസോസിയേഷൻ ഇന്ത്യ. അവർക്കൊരു പത്രമുണ്ട്, പത്രത്തിൻ്റെ പേര് ലിവിങ് ഫീൽഡ് എന്നാണ്. മറ്റു പുസ്തകമുള്ളത് ഗ്ലോബൽ പാരസൈറ്റ്സ്, എഴുതിയത് ഡോക്ടർ വിനിൻ പെരേര. ഇത് മലയാളത്തിൽ തർജ്ജമയുണ്ട്.
മാധ്യമത്തിൻ്റെ എഡിറ്ററായ യാസിൻ അഷ്റഫ ചെയ്തിരിക്കുന്നത് പരാന്ന ഭോജികൾ എന്ന പേര്. പക്ഷേ എൻ്റെ ഒരു കുഴപ്പമുള്ളത്, ആ പുസ്തകം വായിക്കാം, ഒരു തവണ വായിക്കാം, നമുക്ക് ആവശ്യം ഒരുപാട് ഉദാഹരണങ്ങളാണ്. തിയറി കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ മറ്റേ പുസ്തകം വായിച്ചാൽ അത്രയൊന്നും കിട്ടാനില്ല. നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തപ്പോൾ എന്തായിരുന്നു സ്ഥിതി നമ്മുടെ നാട്ടിൽ, ഇത് പ്രയോഗത്തിൽ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത്. അത് അറിഞ്ഞാലേ നമുക്ക് ഗുണമുള്ളൂ. അത് ഏറ്റവും കുറവാണ് യാസിൻ അഷ്റഫ് തർജ്ജമ ചെയ്തപ്പോൾ. പുസ്തകത്തിൻ്റെ വലിപ്പം കുറക്കാൻ വേണ്ടി ചെയ്തതാണ്, നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. തർജ്ജമയ്ക്ക് നല്ല തർജ്ജമയാണ്, പക്ഷേ ഇങ്ങനൊരു കുഴപ്പം പുസ്തകത്തിനുണ്ട്. പക്ഷേ കാര്യം മൊത്തം മനസ്സിലാക്കാൻ മലയാളത്തിൽ വായിച്ചാൽ പറ്റും. ഉദാഹരണങ്ങൾ അതിൽ നന്നേ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മലയാളത്തിൽ ഒരു തവണ വായിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് വായിക്കാം. വിനിൻ പെരേര ആരാണെന്ന് കൂടി അറിയാം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായ്. കഴിഞ്ഞാൽ മൂന്നാമത്തെ ആണവശാസ്ത്രത്തിലെ പേര് ഡോക്ടർ വിനിൻ പെരേരയാണ്. ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയുടെ വഴി ഇതല്ല, അശോകൻ്റെ നാട്, ബുദ്ധൻ്റെ നാട്, ഗാന്ധിജിയുടെ നാട്, ഈ വഴിക്കല്ല പോകേണ്ടത്. ഇത്രയും വലിയ കാർഷിക സംസ്കാരമുള്ള നാട്, 4000 കൊല്ലത്തെ കാർഷിക സംസ്കാരമുള്ള നാട്, ലോകത്തിനാകെ സമാധാനത്തിന് മാതൃകയാവുകയാണ് വേണ്ടത്. വികസനത്തിനൊരു പുതിയ മാതൃക, ഒരു കിഴക്കൻ മാതൃക, പാശ്ചാത്യ മാതൃകയ്ക്ക് പകരം ഇത്രയും ഫിലോസഫിയുള്ള, ആത്മതത്വങ്ങളുള്ള, ഇത്രയും മതങ്ങളുണ്ടായ രാജ്യം ലോകത്തിൽ വേറെയില്ല. ഇന്ത്യ പോലെ ഇത്രയും ദർശനങ്ങളുണ്ടായ രാജ്യം ലോകത്തിൽ വേറെയില്ല. അതുകൊണ്ട് നമ്മുടെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വികസനം, അതിനനുസരിച്ച് ഒരു ചികിത്സാ പദ്ധതി, അതിനനുസരിച്ച യോഗയും ആയുർവേദമൊക്കെ ചേരുന്ന ഒരു ആരോഗ്യ പദ്ധതി, ഇതൊക്കെ ഇന്ത്യക്കുണ്ടാവുക വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യയുടെ വഴി തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആറ്റമിക് എനർജി കമ്മീഷനെ രാജിവെച്ച് സ്വതന്ത്രമായി പുസ്തകം എഴുതിയതാണ് വിനിൻ പെരേര. അതിൻ്റെ മറ്റ് പുസ്തകങ്ങളുണ്ട്, ആസ്കിങ് ദി എർത്ത്, ടെൻഡിങ് ദി എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പുസ്തകങ്ങളുണ്ട്, എല്ലാം വായിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ മറുപുറം എന്നാണ് പേര്. ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, പക്ഷേ നമുക്കും വായിച്ചാൽ കുറേ ഉൾക്കൊള്ളാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയത്, എന്തുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്ന വഴിക്ക് എല്ലാവരും ചിന്തിക്കണം, നമ്മളെ വാശി പിടിക്കാറേ ഉള്ളൂ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് രോഗം വന്നാൽ മരുന്ന് വേണമെന്ന് ചിന്തിക്കുന്നു, എങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ ജന്മിത്വം ഉണ്ടായത്, ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലെത്തിയത് എങ്ങനെ, ബ്രിട്ടീഷുകാർ പീപ്പിൾസ് കോമൺ എന്ന കാര്യം ഏറ്റെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ആക്കുകയും ഇതിന് നികുതി കിട്ടാൻ വേണ്ടിയിട്ട് ആരാണോ നികുതി കൊടുക്കാൻ തയ്യാറുള്ളത് അവർക്ക് ഈ ഭൂമി മുഴുവൻ വിട്ടുകൊടുക്കുകയും ചെയ്ത ചരിത്രം രേഖകൾ സഹിതം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഈ 2 പുസ്തകങ്ങളായിട്ട്. ഗ്ലോബൽ പാരസൈറ്റ്സും, അത് ആഗോളതലത്തിൽ ഇന്ത്യയിലാണെങ്കിൽ ടെൻഡിങ് ദി എർത്ത് എന്ന പുസ്തകം. ഈ പുസ്തകങ്ങളെ വായിച്ചിട്ട് ഇതും ഇന്നത്തെ അനുഭവങ്ങളുമായി ചേർത്തിട്ടാണ് ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ പലതും എൻ്റെതായ ചേരുവകളാണ്. അപ്പോൾ അതിൽ തെറ്റുവന്ന ഉത്തരവാദി ഞാൻ മാത്രമാണ്, നേരെ മറിച്ച് തിയറി അവരുടേതാണ്. അതുകൊണ്ട് നമുക്ക് തിയറിയിലേക്ക് കടക്കാം. ആമുഖമായിട്ട് ഇത്രയും. ഇത് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ആധുനിക രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ വിശകലനം ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ എന്നെ വളർത്തിയ പരിസ്ഥിതികൾ എന്ത്, സാഹചര്യം എന്ത് എന്ന് ഞാൻ പഠിക്കേണ്ടി വരും. എനിക്ക് എങ്ങനെയാണ് ഇത്തരം അറിവുകൾ എന്നിലേക്ക് എത്തിയത്, എന്തുകൊണ്ട് കീടം എന്ന വാക്ക് വന്നു, എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് മരുന്ന് എന്ന വാക്ക് വിഷത്തിന് വന്നത്, ഫുരഡാൻ ഇടുമ്പോൾ നമ്മൾ മരുന്നിട്ടു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് യൂറോപ്പിൽ പോയിസൺ ഇന്ത്യയിലെത്തും മരുന്നാകുന്നത്. യൂറോപ്പിൽ അതിന് വിഷോട്ടെന്ന് തന്നെ പറഞ്ഞുള്ളൂ, കൊല്ലാനുള്ളതൊക്കെ വിഷം. ആരെ കൊന്നാലും വേണ്ടില്ല, ഏത് ചെതലിനെ കൊന്നാലും ഉറുമ്പിനെ കൊന്നാലും കൊല്ലാനുള്ളതൊക്കെ വിഷമാണ്. യൂറോപ്പിലൊക്കെ എങ്ങനെയാണ്. അത് ഇന്ത്യയിലെത്തുമ്പോൾ, 3-4 ലോക രാജ്യങ്ങളെത്തുമ്പോൾ എങ്ങനെയാണ് അത് മരുന്നായിട്ട് മാറുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ദവ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മാറുന്നത്? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്കിതൊക്കെ അറിയേണ്ടതുണ്ട്. ഇതറിയായ്മയാണ് സത്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പാളിച്ച വരുന്നത്. നമ്മൾ അവരെ മുഴുവൻ വ്യക്തിപരമായി കള്ളന്മാരാണ്, ചീത്തയാണെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഭേദം അവർ വർത്തമാനകാല പരിസ്ഥിതിക്കനുസരിച്ച് വളർന്നിട്ടില്ല. വളർച്ചയെത്താത്തവർക്ക് എപ്പോഴും തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പം നമുക്ക് വളർച്ചയെത്തുക എന്നതിൻ്റെ ഒരു ഘട്ടമാണ് ഇത്. ഫുഡ് വെപ്പൺ, യൂസ് ഫുഡ് ആസ് എ വെപ്പൺ. ഭക്ഷണത്തെ ആയുധമാക്കി മാറ്റുക.
എങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നാമത്തെ തിയറി തന്നെ ചേഞ്ച് ദ ഫുഡ് ഹാബിറ്റ്സ് എന്നതാണ്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ഭക്ഷണ ശൈലി മാറ്റിക്കളയുക. ഭക്ഷണ ശൈലി മാറ്റിക്കഴിഞ്ഞാൽ ഭക്ഷണ ആവശ്യം മാറും. എങ്ങനെയാണ് ഭക്ഷണശൈലി ഉണ്ടാവുന്നത്? ലോറിയോ തീവണ്ടിയോ ഒന്നും ഇതേപോലെ ഇല്ലാത്ത കാലത്ത് നമ്മുടെ ഭക്ഷണശൈലി എങ്ങനെ രൂപം കൊണ്ടതാണ്? 2 ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തത് നമ്മുടെ നാട്ടിലെ ലഭ്യത എന്താണോ അതാണ് നമ്മൾ കഴിക്കുക. വേഗം കിട്ടുന്ന സാധനമാണ് നമ്മൾ തിന്നുക. കാരണം ലോറിക്ക് റേഷൻ ഷാപ്പിലൂടെ വരില്ല, FC ഗോഡൗൺ ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ വഴിയൊന്നുമില്ല. എന്താണോ കിട്ടുന്നത് അത് നമ്മളെ ഭക്ഷണമായിരിക്കും. എല്ലാ ജീവികളും അങ്ങനെയാണ്. ഏത് ജീവിയും എന്താണോ കിട്ടുന്നത് അത് ആഹാരമാക്കും എന്നർത്ഥം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭക്ഷണം. യൂറോപ്യന്മാർ പാലും പാൽക്കട്ടിയും കഴിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ കാരണമുണ്ട്. 3 മാസം മഞ്ഞ് മൂടി കിടക്കുമ്പോൾ വേറെ ഒരു ഭക്ഷണവും കിട്ടാനില്ല. ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല അന്ന്. വേറെ ഒന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇറച്ചി തിന്നുക, പാല് കഴിക്കുക, പാലിൻ്റെ പാൽക്കട്ടി കഴിക്കുക, പശുവിന് വേണ്ടുന്ന പുല്ലൊക്കെ ഉണക്കി സൂക്ഷിക്കുക. ഇതൊക്കെ അവർക്ക് വഴിയുള്ളൂ. വേറെ വഴിയില്ല, വേറെ ഭക്ഷണം കിട്ടില്ല. എസ്കിമോകൾക്കാണെങ്കിലോ മിക്കവാറും 7-8 മാസം മഞ്ഞുമൂടി കിടക്കുന്ന സ്ഥലത്ത് അവർക്ക് തീ കൂട്ടാൻ പോലും വഴിയില്ല. തിമിംഗലത്തെ കൊന്ന് അതിൻ്റെ കൊഴുപ്പ് തന്നെ വാരി തിന്നിട്ടാണ് അവർ ജീവിക്കുന്നത്. പച്ച കൊഴുപ്പ് അങ്ങനെ തിന്നു കഴിയുക, വേറെ വഴിയൊന്നുമില്ല. പച്ച മത്സ്യം കഴിക്കും തീ കിട്ടിയില്ലെങ്കിൽ. മത്സ്യങ്ങൾ അവർ കഴിക്കാവുന്ന മത്സ്യങ്ങളുണ്ട്, അവർക്കറിയാം. അതുകൊണ്ടെന്താ ശരാശരി ആയുസ് 36ആണ്. കാരണം അപ്പോഴേക്ക് ശരീരം കൊഴുപ്പ് നിറഞ്ഞ് രക്തത്തിൻ്റെ ഒഴുക്ക് മുഴുവൻ തടഞ്ഞ് എല്ലാ സൂക്ഷ്മ ഞരമ്പുകൾ കാപ്പിലറി ട്യൂബുകളിലേക്കും രക്തം എത്താതായി, ഓക്സിജൻ എത്താതായി ശരീരം മരവിച്ച് രക്തത്തിൽ അവിടെ ചൂടത്തില്ല. അതുകൊണ്ട് ശരീരം മരവിച്ച് മരിച്ചു പോകും. അത് തന്നെ കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്ന ക്രീ എന്ന ഗോത്രവർഗ്ഗക്കാർക്ക് 32 ആവും. KREI ആണ് ക്രീ. ഒരു ഗോത്രവർഗ്ഗമാണ്. ഒരു 10-15 വയസ്സാകുമ്പോൾ തന്നെ പ്രസവിച്ച് വംശവർദ്ധനമൊക്കെ നടത്തി ഒരു 20 വയസ്സാകുമ്പോൾ വാർദ്ധക്യം വന്ന് 30-32 വയസ്സാകുമ്പോൾ മരിച്ചു. നമ്മുടെ ഭക്ഷണശീലം നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയുർവേദത്തിൻ്റെ 2 വിഭാഗമുണ്ട്. രോഗം വന്നാൽ കൈകാര്യം ചെയ്യുന്ന കാര്യം പഠിപ്പിക്കുന്നത് ആതുരവൃത്തമാണ്. രോഗം വരാതിരിക്കാൻ ചെയ്യേണ്ട ഭാഗത്തിന് സ്വസ്ഥവൃത്തം എന്നാണ് പേര്. സ്വാസ്ഥ്യം എന്നാണ് ആരോഗ്യം എന്ന വാക്കിന് ആയുർവേദത്തിലെ പേര്. സ്വസ്ഥവൃത്തം എന്നിട്ട് പുസ്തകമുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മലയാളത്തിലുണ്ട്. ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഡോക്ടർ നേശമണി എഴുതി. അതിലാണ് വന്നിരിക്കുന്നത് മീനം മേടമാസങ്ങളിൽ തൈര് ഉപയോഗിക്കരുത്. തൈര് ഉപയോഗിച്ചാൽ ശബ്ദം അടഞ്ഞു പോകും, നെഞ്ചിൽ കഫക്കെട്ടുണ്ടാവും, പനി വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പുറത്തെ ചൂട് 35 ഡിഗ്രി വരും. 35 ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ ഫാറ്റ് കൊഴുപ്പ് ഉരുകും. ശരീരത്തിലെ കൊഴുപ്പ് ഉരുകിയ സമയത്ത് പുറമേ നിന്ന് കൂടി കൊഴുപ്പ് കൊടുത്താൽ, തൈരോ നെയ്യോ ഒക്കെ കഴിച്ചാൽ അപ്പോൾ തന്നെ അത് കഫക്കെട്ടായിട്ട് നെഞ്ചിൽ വരും, ശ്വാസകോശത്തിലെത്തും. അത് അധികം കഫം വരുന്നതുകൊണ്ട് മൂക്കിലൂടെ പോവും, ജലദോഷമായിട്ട് വരും എന്ന് സ്വസ്ഥവൃത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അതിന് തിരുത്തുവേണം സമയമായി. അതൊരു 1000 കൊല്ലം മുമ്പ് ചാർങ്കധര സംഹിതയിലുള്ള സാധനം. ഇപ്പോൾ നമുക്ക് കുംഭം 15 ആകുമ്പോൾ തന്നെ ചൂട് 35 ഡിഗ്രി എത്തുന്നുണ്ട്. കുംഭം 15 കഴിഞ്ഞാൽ തന്നെ തൈര് ഉപയോഗിക്കാൻ പാടില്ല. മോരേ ഉപയോഗിക്കാവൂ. വെണ്ണ എടുത്തു മാറ്റിയ മോര് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തമാശ, ഇതറിയാത്ത ആയുർവേദ വൈദ്യന്മാരുണ്ട് എന്നുള്ളതാണ് തമാശ. ആയുർവേദത്തിൻ്റെ ഈ ഭാഗം പഠിപ്പിക്കാറില്ല, പഠിക്കാറുമില്ല. രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ ചിട്ട പാലിക്കണം, എപ്പോഴൊക്കെ ഉപവാസം എടുക്കണം. അതുകൊണ്ട് തന്നെ ആധുനിക പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന മിക്കവാറും സാധനങ്ങളൊക്കെ സ്വസ്ഥവൃത്തത്തിൽ ഉണ്ട്. എന്തുകൊണ്ട്? വേനൽക്കാലത്ത് ചായ, ചൂടുള്ള വെള്ളം കഴിക്കരുത്, പാനീയം കഴിക്കരുത്, പാനകം കഴിക്കണം. വേനൽക്കാലത്ത് നമ്മൾ പാനീയം കഴിക്കരുത്. എന്ത് വേണം? പാനകം കഴിക്കണം. തിളപ്പിക്കാതെ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്കൊക്കെ പേര് പാനകം എന്നാണ്. തിളപ്പിച്ചുണ്ടാക്കുന്നതൊക്കെ പാനീയമാണ്. രണ്ടാണ്. അപ്പോൾ മോരും വെള്ളം ഒരു പാനകമാണ്, എന്തല്ല, പാനീയമല്ല. നാരങ്ങ വെള്ളം പാനകമാണ്, പാനീയമല്ല. എന്നാൽ ചായയും കാപ്പിയൊക്കെ പാനീയമാണ്. വേനൽക്കാലത്ത് പാനീയം കഴിക്കരുത്. വേനൽക്കാലത്ത് കഴിക്കേണ്ടത് പാനകമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ ഒരു ജാഥ നടക്കുമ്പോൾ ഊഷ്മളമായ സ്വീകരണമേറ്റ് എന്ന് പറയാം. ചെയ്ത രാജ്യത്ത് ചൂടുള്ള സ്വീകരണം കിട്ടണം, ചൂടുള്ള ചായ കിട്ടണം, ചൂടുള്ള കള്ള് കിട്ടണം. എന്നാൽ ലിക്കർ
കൊടുക്കണം, അല്ലെങ്കിൽ ഇവ മരവിച്ചു ജാഥയിലൂടെ പോയാൽ. ഇവിടെ ഊഷ്മളമായ സ്വീകരണമല്ല വേണ്ടത്, ഇവിടെ ശീതളമായ സ്വീകരണമാണ് വേണ്ടത്. നമ്മൾ ജാഥക്കാർ ഇംഗ്ലീഷിലത് കേട്ട് ഹോട്ട് വെൽക്കം കേട്ട് മലയാളം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത്. അതുകൊണ്ട് റോഡിലെ ഏറ്റവും നല്ല തമാശയുള്ള വാക്ക് ശീതള പാനീയം എന്നതായിരിക്കും. പാനീയം ഒരിക്കലും എന്താവാൻ പാടില്ല, ശീതളമാവാൻ പാടില്ല. പാനീയം ഊഷ്മളമായിരിക്കണം. അതൊരു തമാശയുള്ള വാക്കാണ് എന്നർത്ഥം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ വണ്ണത്തോൾ ലൈഫിൻ്റെ കുട്ടികൾക്കുള്ള ക്യാമ്പ് പീച്ചിയിൽ നടക്കുമ്പോൾ അവിടെ ഫോൺ ചെയ്യാൻ പോയി. അന്ന് മൊബൈലും മറ്റൊന്നും ഇല്ലാതുകൊണ്ട് STD ബൂത്ത് പോയി. ഈ ബൂത്തിന് മുന്നിൽ 2 ജർമ്മൻകാരി പെൺകുട്ടികൾ നിന്ന് ചിരിക്കുന്നു. ഈ ബൂത്ത് നോക്കി നോക്കുന്നു ചിരിക്കുക. അവർക്കങ്ങ് നോക്കാൻ പറ്റുന്നില്ല, മുഖം തിരിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ അടുത്ത് ചെന്ന് കഷ്ടിച്ച് ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചു, എന്താണ് പറ്റിയത്, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന്. അവർ ബോർഡ് കാണിച്ചെന്ന് STD. ഞങ്ങൾക്ക് മനസ്സിലായില്ല. STD എന്താ? സ്റ്റേറ്റ് ട്രങ്ക് ഡയൽ. ഇതല്ലാതെ എന്താണ്? അതായത് സബ്സ്ക്രൈബേഴ്സ് ട്രങ്ക് ആൻഡ് ഡയൽ. ഇതെല്ലാം എന്താ പ്രശ്നം? അപ്പോൾ STDയുടെ ഫുൾ ഫോം അവർ പറഞ്ഞു തന്നു. യൂറോപ്പിൽ ഇതിനർത്ഥം വരെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാണ്. അപ്പോൾ ഈ സ്ഥലം വന്നാൽ എങ്ങനെയാണ്? അവിടെ പോയവർക്കൊക്കെ എന്ത് കിട്ടും? ഗുണേറിയോ, വെക്കേറിയോ, സിഫിലിസോ അല്ലെങ്കിൽ HIV ഒക്കെ കിട്ടുന്ന സ്ഥലം എന്നാണ് ആ ബോർഡിൻ്റെ അർത്ഥം. ഇത് നോക്കിയിട്ട് അവർ ചിരിക്കുന്നത്, നമുക്ക് ഇതിട്ട് മനസ്സിലാവുകയില്ല. അതുപോലെയാണ് ശീതളപാനീയവും. ഇതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്ന അർത്ഥം. ഇനി ഭക്ഷണം ഈ 2 കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് തോന്നുന്നു. കാലാവസ്ഥ, നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് ഏത് ഭക്ഷണം വേണം. അതുകൊണ്ട് തന്നെ കേരളീയർക്ക് മാംസാഹാരം പ്രധാന ആഹാരമായിരുന്നില്ല ഒരിക്കലും. മാംസാഹാരം പ്രധാന ആഹാരമായാൽ കൊഴുപ്പ് കൂടുതൽ വരും. അപ്പോൾ ആ കൊഴുപ്പാകട്ടെ മാംസത്തിലൂടെ വരുന്ന കൊഴുപ്പായതുകൊണ്ട് ഇത് അലിയില്ല പെട്ടെന്ന്. അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. ഹാർട്ടിലോ തലച്ചോറിലോ ബ്ലോക്ക് ഉണ്ടാക്കും. ബ്ലോക്ക് ഉണ്ടായാൽ അത് ത്രോംബോസിസിലേക്ക് എത്തും. ത്രോംബോസിസ് വന്നാൽ ഞരമ്പ് വീങ്ങും, അത് പൊട്ടിയാൽ ഹെമറേജിലേക്ക് എത്തും. ഹാർട്ട് അറ്റാക്കും സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും ഒക്കെ കൂടും. ഇതറിയുന്ന പഴയ ആൾക്കാർ തന്നെ വിലക്കിയിരിക്കുന്നു. കർക്കിടകത്തിലെ കറുത്ത വാവ് ദിവസം, കോരി ചൊരിയുന്ന മഴയുള്ള ദിവസം കോഴി ഇറച്ചി കഴിക്കാം. കാരണവന്മാർക്കൊക്കെ നിവേദിക്കുന്ന പേരും വന്നിട്ട് കോഴി ഇറച്ചി. ക്രിസ്മസിന് അതിശീതമുള്ള ദിവസം നിങ്ങൾ അതിനോട് ചേർന്നുള്ള ആഘോഷങ്ങൾക്ക് ഇറച്ചി ഉപയോഗിക്കാം. അത്യധികം തണുപ്പുള്ള സമയത്ത് ഉപയോഗിച്ചാൽ ഇത് അത്രയും കുഴപ്പമുണ്ടാവില്ല. ഉഷ്ണകാലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടാക്കും. ഇത് ഉഷ്ണകാലാവസ്ഥയിൽ കഴിക്കരുത്. തലക്ക് മേലെ സൂര്യനും ചന്ദ്രനും ഉള്ളവർ കഴിക്കരുത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ്, ഉത്തരായൻ രേഖയ്ക്ക് തെക്കാണ് നമ്മുടെ താമസം. അതുകൊണ്ട് നമ്മൾ കേരളം എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചറിയണം. ഇത്രയും മാംസാഹാരം ഒഴിവാക്കണം. ഇപ്പം എങ്ങനെ കോഴിയിറച്ചി വന്നു? എന്തുകൊണ്ട് ഇത്രയും ഹാർട്ട് അറ്റാക്ക്? എന്തുകൊണ്ട് ഇത്രയും രോഗങ്ങൾ? എന്തുകൊണ്ട് പശുവിൻ്റെ മാംസം തിന്നുകൂടാ? ചുവന്ന ഇറച്ചിക്കൊരു കുഴപ്പം, അതിൽ ഇരുമ്പ് വളരെ കൂടുതലാണ്. എല്ലാ ചുവന്ന ഇറച്ചികളും, പശുവിൻ്റെയും കാളയുടെയും മറ്റേ പോത്തിൻ്റെയൊക്കെ ഇറച്ചിയിൽ ചുവന്ന ഇറച്ചിക്കൊരു കുഴപ്പമുണ്ട്, ഇരുമ്പ് വളരെ കൂടുതലാണ്. അത് ഒരു തവണ ദഹിച്ചത് കൂടിയാണ്. ഒരു തവണ ദഹിച്ചതാകുമ്പോൾ നമ്മുടെ ദഹനരസത്തിൻ്റെ ആവശ്യമില്ല. ഇത് ദഹനരസം ആകെ ആവശ്യം വരുന്നത്, പിത്തരസം അല്പം ആവശ്യം വരുന്നത് കോശങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചെടുക്കാൻ മാത്രമാണ്. സ്വീകരിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത്തരക്കാർക്ക് എന്താവും? ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂടും. ഇരുമ്പിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അത് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ വേണ്ടതിൽ വളരെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് രക്തത്തിൽ സൂക്ഷിക്കും. രക്തത്തിൽ സൂക്ഷിക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു ദ്രാവകമായിട്ടാണ്. ഇതിൻ്റെ പേര് സീറം ഫെറിറ്റിൻ എന്നാണ്. ഫെറസ് എന്നാണ് ഇരുമ്പ്, സീറം ഫെറിറ്റിൻ. സീറം ഫെറിറ്റിൻ കൂടിയാൽ കറുത്ത വാവ് ദിവസം സൂര്യനും ചന്ദ്രനും ഒന്നിച്ച് വരുമ്പോൾ തലക്ക് മേലെ ആകർഷണബലം കൂടും. ആകർഷണബലം കൂടിക്കഴിഞ്ഞാൽ തലയിലേക്ക് രക്തപ്രവാഹം കൂടും. സെറിബ്രൽ ഹെമറേജ് വന്നു കഴിഞ്ഞാൽ പാർഷ്യൽ പാരാലിസിസ്, ഒരു ഭാഗം തളർന്നു പോകുന്ന രോഗം വരും. അല്ലെങ്കിൽ പൂർണ്ണമായ പാരാലിസിസ്, അരക്ക് താഴേക്ക് പൂർണ്ണമായിട്ട് തളർന്നു. മിക്കവാറും ഒരു ഭാഗമാണ് വരിക, തലച്ചോറിൻ്റെ ഏത് ഭാഗങ്ങളും. ഇപ്പോൾ വലതു ഭാഗമാണ് പോയതെങ്കിൽ ശരീരത്തിൻ്റെ ഇടത് ഭാഗം തളരും. ഇടത് ഭാഗമാണ് പോയതെങ്കിൽ വലതു ഭാഗം തളരുന്ന രോഗത്തിലേക്ക് നമ്മൾ എത്തും എന്നർത്ഥം. ഒരു ദ്രാവകമാണ്, കൊടുത്ത ദ്രാവകമാണ് ബ്ലഡ് പ്ലാസ്മയിൽ കിട്ടുന്നത് സീറം ഫെറിറ്റിൻ എന്നാണ് അതിന് പേര്. അത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, കാന്തികത്വം ഉള്ള ഏത് ലോഹത്തിനും ഇത് സംഭവിക്കാം.
നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് ഇരുമ്പിൽ നിന്നാണ്. ഇരുമ്പിന് വലിയ ഉയർന്ന കാന്തികത്വമുണ്ട്. ഉയർന്ന കാന്തികത്വമുള്ള ഏത് ലോഹവും ശരീരത്തിൽ ആധിക്യമുണ്ടായാൽ തലച്ചോറിൽ രക്തപ്രവാഹം കൂടും. അന്ന് പകല് ഹൈ BP ആയിരിക്കും. ഇപ്പോൾ എവിടെയുള്ള കൊഴുപ്പും ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു മഴക്കാല പുഴയെ പോലെ കുത്തൊഴുക്കായിരിക്കും പകല്. രാത്രിയാകുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒന്നിച്ചങ്ങ് അസ്തമിക്കും. പെട്ടെന്ന് ഒരൊറ്റ വീഴ്ചയാണ് ലോ പ്രഷറിലേക്ക്. ഇപ്പോൾ ഏതെങ്കിലും കാപ്പിലറി ട്യൂബിൽ കടന്നുപോയ കൊഴുപ്പ് അതിൽ നിന്ന് തിരിച്ചു വരില്ല, അത് അവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അടുത്ത തവണ രക്തപ്രവാഹം വരുമ്പോഴേക്കും ഇത് കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിനെ ഇളക്കി കളയാൻ പറ്റില്ല. വലിയ പ്രയാസമാണ്. ഒരു ഉപവാസം കൊണ്ടും ഇതിനെ ഇളക്കി കളയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രത്യേകം ഒന്നുകിൽ ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ യോഗ മാത്രമേ വഴിയുള്ളൂ. കാപ്പിലറി ബ്ലോക്ക് നീക്കാൻ വേറൊരു വഴി പ്രകൃതിക്ക് ഇല്ല. ആയുർവേദത്തിൽ മരുന്നുകളുണ്ട്. കടുക്കൊക്കെ എൻ്റെ പ്രധാനപ്പെട്ട മരുന്നാണ്. ഇതല്ലാതെ അതും ആയുർവേദം അതിൻ്റെ ഫിലോസഫിയോടെ പഠിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. വെറുതെ ഇന്ന രോഗം ഇന്ന മരുന്ന് എന്ന രീതിയിൽ മെക്കാനിക്കൽ ആപ്ലിക്കേഷൻ പഠിച്ചവർ യാന്ത്രികമായി ചികിത്സിക്കുന്നവരെ കൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ, വ്യാജമാണോ അല്ലയോ എന്നൊക്കെ സർക്കാർ പറയുന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട് ഇതിൻ്റെ ഫിലോസഫിയാണ്. ഫിലോസഫിയോടുകൂടി കയ്യിലുള്ള വൈദ്യം വിചാരിച്ചാൽ ഇത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ യോഗ പഠിക്കുന്നത് അതിൻ്റെ ഹ്യൂമൻ ഫിസിയോളജിയോടുകൂടി പഠിച്ചവൻ, ശരീരശാസ്ത്രത്തോടു കൂടി പഠിച്ചവൻ ആണെങ്കിൽ ഇത് ചെയ്യും. അതല്ലാത്തവർ യോഗ ഒരു വ്യായാമമായി പഠിച്ചവരാണെങ്കിൽ അവർക്കിത് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും യോഗ ആചാര്യന്മാരെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന പലരും വെറും ഒരു വ്യായാമം എന്ന നിലയ്ക്ക് യോഗയെ കാണുന്നു. യോഗ വ്യായാമം അല്ലത്, തികച്ചും വ്യത്യസ്തമാണ്. അതിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, ആവശ്യം തന്നെ വ്യത്യസ്തമാണ്. ആ രീതിയിലുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയ ഭാരതീയ ദർശനത്തിനായിരിക്കും എന്ന് പറയുന്നത്. ലോകത്തിന് മാതൃ കാണിക്കാൻ പറ്റുന്നത് ഭാരതത്തിനോ ചൈനക്കോ മാത്രമാണ്. ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും പഴകിയ ദർശനം ഭാരതത്തിനോ ചൈനക്കോ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യത്തിന് സാധ്യമല്ല. ഇതിൽ നിന്ന് മാത്രമാണ് ബാക്കിയുള്ളവർ പഠിക്കാൻ. ഇതാണ് അതിൻ്റെ ശാസ്ത്രതത്വം. അതുകൊണ്ട് മാംസാഹാരം പറ്റില്ല. പിന്നെ എങ്ങനെയാണ് മാംസാഹാരം ഇവിടെ വന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക എന്നെഴുതിയിട്ട് പ്രോട്ടീൻ ഫുഡിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നത്, പേര് കാണിച്ചിരിക്കുന്നതും ഇറച്ചി, മുട്ട, പാല്, അവസാനം പയറുവർഗ്ഗങ്ങളിലും ഇതുണ്ട് എന്നൊരു വാക്യമുണ്ട്. സത്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ളത് പയറുവർഗ്ഗത്തിലാണ്. ഇവിടുത്തെ കാര്യം മാത്രം, കേരളത്തിലേക്ക് ഇനി ചെറുപയർ വരില്ല. കേരളത്തിൽ ചെറുപയർ എത്തിക്കുന്ന മൈസൂർ സ്റ്റേറ്റിൽ ഉള്ള സ്ഥലങ്ങൾ മുഴുവനും സൂര്യകാന്തി കൃഷിയാണ്, ബഹിരാഷ്ട്ര കുത്തക ചെയ്യിക്കുന്നതാണ്. എന്നിട്ട് ഡോക്ടർമാർക്ക് മുഴുവൻ നിർദ്ദേശം വന്നു, ഇനി സൂര്യകാന്തി എണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് എല്ലാ രോഗികളോടും പറയണം. ഇപ്പോൾ ഏത് രോഗം കൊണ്ട് ആസ്പത്രി പോയാലും നിങ്ങളോട് പറയും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം കേര കൃഷിക്കാരൻ ജീവനോടെ നിലനിൽക്കുക എന്നുള്ളത് അവരെ ആവശ്യമല്ല. കേരളീയർ പോലും വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല, പിന്നെ ഇത് ആരെ ഉപയോഗിക്കാൻ പോകും? പാരഷൂട്ടുകാരൻ പുറത്ത് വെളിച്ചെണ്ണ നേരിട്ടുള്ളൂ, ചിത്രത്തിലേ തേങ്ങയുള്ളൂ. അതല്ലാതെ വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള വിദ്യ അവർക്കറിയാം. അത് യൂറോപ്പിലെ മണ്ണെണ്ണ, മിനറൽ ഓയിൽ എന്നാ പറയുക. മണ്ണെണ്ണയും അല്പം വെളിച്ചെണ്ണയുടെ മണം ഉണ്ടാക്കുന്ന രാസവസ്തുണ്ട്, അതും കൂടി ചേർത്താൽ ഒന്നാം തരം വെളിച്ചെണ്ണയായിട്ട് വരും. തേച്ച കാവ്യമാധവനാവുന്നതിന് വരും കഷണ്ടി തലയാണ് ഉണ്ടാവുകയെന്ന് മാത്രമേ. വിദ്യയുണ്ട്, വളരെ എളുപ്പമാണ്. ഒന്നാം തരം മണമായിരിക്കും വെളിച്ചെണ്ണയുടെ. പക്ഷെ വെളിച്ചെണ്ണ അല്ലാതെ തേങ്ങ കണ്ടിട്ടേ ഇല്ല. ഇത് തത്വം. ചെറുപയർ വരില്ല. ചെറുപയർ വന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയരം ഉണ്ടാവില്ല. ചെറുപയറിൽ ഒരു എൻസൈമുണ്ട്, ലൈസീൻ എന്നാണ് പേര്. ലൈസീനാണ് ഉയരമുണ്ടാക്കുന്ന, എല്ലുകൾക്ക് വളർച്ചയുണ്ടാക്കാൻ വേണ്ടി കാൽഷ്യവും ഫോസ്ഫറസും വൈറ്റമിൻ ഡിയും സ്വീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ലൈസീനാണ്. ഇപ്പോൾ ലൈസീൻ ഏറ്റവും കൂടുതൽ കിട്ടാവുന്നത് ചെറുപയറാണ്. അതുകൊണ്ടാണ് UP LP സ്കൂൾ കുട്ടികൾക്കൊക്കെ കഞ്ഞിയും ചെറുപയറും കൊടുക്കാൻ വേണ്ടി പണ്ട് തീരുമാനമായത്. ചെറുപയർ കിട്ടില്ല, കുട്ടികൾക്ക് ലൈസീൻ ഇത്തിരി കൂടുതൽ വേണം വളർന്ന പ്രായത്തിൽ. 12 വയസ്സ് വരെ സ്വീകരിച്ച ലൈസീനാണ് 18 വയസ്സ് വരെയുള്ള വളർച്ച. അതാണ് സ്വീകരിക്കുമ്പോൾ അല്ലാതെ വളരുന്നത്. അത് മജ്ജയിലെത്തി എല്ലിലെത്താൻ എടുക്കുന്ന താമസമുണ്ട്. അത് ലൈസീൻ്റെ പ്രത്യേകതയാണ്. ഉഴുന്നും വരില്ല. ഉഴുന്നുണ്ടാകുന്ന സ്ഥലമൊക്കെ മുങ്ങിപ്പോയി. നിമാടൊക്കെ മുങ്ങിപ്പോയി. സർദാർ സരോവർ ഡാം കെട്ടിയപ്പോൾ ഒക്കെ മുങ്ങിപ്പോയി, വെള്ളത്തിനടിയിലാണ് ഉള്ളത്. ഇനി ഉഴുന്നൊന്നും വരില്ല. ഇതൊക്കെ കൃഷി ചെയ്യാൻ കേരളം തുടങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയരം ഉണ്ടാവില്ല. അതിനുള്ള വ്യവസായം തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയിൽ.
റോസറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാർ ലൈസിൻ ഉണ്ടാക്കി ഗുളികയാക്കി വിൽക്കാനുള്ള ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞു. ചെറുപയർ ഇല്ലാണ്ടാവാൻ വേണ്ടിയുള്ള വിദ്യ, ഇതാണ് ഫുഡ് വെപ്പൺ. എങ്ങനെ? ചെറുപയർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മുഴുവൻ സൂര്യകാന്തി കൃഷി ചെയ്യിപ്പിക്കുക, എന്നിട്ട് ചെറുപയർ കിട്ടാണ്ടാക്കുക. ലൈസീൻ ഇല്ല, ഇപ്പം ചെറുപയറില്ല, ലൈസീൻ ഇല്ല. ലൈസീൻ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉയരം ഉണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ലൈസീൻ കഴിക്കണം എന്ന് മെഡിക്കൽ കോളേജിലെ സിലബസിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലൈസീനുള്ള ഗുളിക മാർക്കറ്റിൽ വരും, എല്ലാവരും കാശ് കൊടുത്ത് ഗുളിക വാങ്ങി കഴിക്കും. ലൈസീൻ കോൺസെൻട്രേഷൻ നമ്മുടെ ശരീരം സ്വീകരിക്കില്ല. അതുകൊണ്ട് മൂർഖൻ പാമ്പിൻ്റെ വിഷം ഒന്നാന്തരം പ്രോട്ടീനാണ്. എന്ത് ചെയ്യാം? സ്വീകരിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ചെറുപയർ കൃഷിയിലേ പറ്റും. എല്ലാ വളപ്പിലും വെട്ടുവളപ്പുകളിൽ മഴക്കാലത്ത്, വയലാണെങ്കിൽ വേനൽക്കാലത്ത് അല്പം ചെറുപയർ കൃഷിയിലേ പറ്റും. ഒരു ഗ്രാമത്തിലേക്ക് വേണമെങ്കിൽ ചെറുപയർ അവിടെ ഉണ്ടാവണം, ഉഴുന്ന് അവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു കൃഷി സമ്പ്രദായം കൂടി വികസിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. സ്വാശ്രയത്തിൻ്റെ കൃഷി. അത് കൂടുതൽ പറഞ്ഞെന്ന് മാത്രം, എന്നെ വിട്ടുപോയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക. ഒരു അരിമണി നമ്മൾ കഴിക്കുമ്പോൾ കേരളീയർ ചുവന്ന അരിയേ ഉപയോഗിച്ചിരുന്നുള്ളൂ. വെളുത്ത അരി സമ്പന്നന്മാർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അത് പായസം വെക്കുമ്പോൾ, പാൽപ്പായസം വെക്കുമ്പോൾ, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ നമ്മൾ കഞ്ഞിയാണ് കൂടുതൽ. കഞ്ഞിയും പുഴുക്കുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഭവം. കഞ്ഞി, പുഴുക്ക്, ചമ്മന്തി, ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. അങ്ങനെയാണ് കഴിച്ചിരുന്നത്. അതിൻ്റെ കൂടെ സംഭാരമായിട്ട് മോര് കഴിക്കും ചിലപ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ വിഭവം. അത് ചക്കപ്പുഴുക്കായിരിക്കും, ചേമ്പും കിഴങ്ങായിരിക്കാം, എന്തെങ്കിലും ആയിട്ട് പുഴുക്ക ഉണ്ടാവുക, കാച്ചിലിൻ്റെ പുഴുക്കാവാം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. കഞ്ഞി എന്ന് പറഞ്ഞാൽ കഞ്ഞി പേരിനാണ്. കൂടുതൽ വിഭവം എന്തായിരിക്കും? ചക്കയാണെങ്കിൽ ചക്കയായിരിക്കും മെയിൻ വിഭവം. കഞ്ഞി എന്നത് ഇത്തിരി വെള്ളമൊക്കെ കോരി കുടിക്കാനുള്ള, ചക്കയോടൊപ്പം നിൽക്കാനുള്ള സാധനം മാത്രമാണ്. ചേമ്പാണെങ്കിൽ ചേമ്പിൻ്റെ പുഴുക്കുണ്ടായി കഴിഞ്ഞാൽ ആ പുഴുക്കിനോടൊപ്പം അല്പം കോരി കുടിക്കുന്ന കഞ്ഞി മാത്രം. ഈ ചുവന്ന അരിയുടെ പ്രത്യേകത, ചുവന്ന അരി ഉപയോഗിച്ചാൽ പ്രമേഹം വരില്ല എന്നുള്ളതാണ്. തവിട് ചുവന്ന അരി, ഇതാണ് കേരളീയർ ഉപയോഗിച്ചത്. ചുവന്ന അരി പുഴുങ്ങിയാൽ അതിലെ പ്രോട്ടീൻ സ്റ്റാർച്ചിൻ്റെ അകത്തേക്ക് കിടക്കുന്നുണ്ട്. അരിൻ്റെ ഉള്ളു മുഴുവനും ഈ പ്രോട്ടീൻ എത്തും, തവിടിൻ്റെ എണ്ണ എത്തും. അതുകൊണ്ട് വേവിച്ചാൽ ചോറാക്കിയാൽ നഷ്ടപ്പെടില്ല. പച്ചരി വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ പ്രോട്ടീൻ നഷ്ടപ്പെടും. ബാക്കി മിനറൽസ് ഒക്കെ ഈ പുറത്തെ കോട്ടിങ്ങിൽ ഉണ്ടാവുകയും ചെയ്യും. ഹൈബ്രിഡൈസേഷൻ വഴിക്ക് ഗവൺമെൻറ് ചെയ്തത്, ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്, ശാസ്ത്രജ്ഞന്മാരെ ഗവേഷണത്തിന് പ്രേരിപ്പിച്ച ബഹിരാഷ്ട്ര കുത്തകൾ പ്രേരിപ്പിച്ചത് മുഴുവൻ വെളുത്ത അരി ഉണ്ടാക്കാനാണ്. IR8 മുതൽ ഫൈനാൻ 3, തൈച്ചുങ് നേറ്റീവ്, ആതിര, പാതിര എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിത്തുകളുണ്ട്. എല്ലാ വിത്തും ചെയ്യുന്നത് വെളുത്ത അരി തരിക എന്നുള്ളതാണ്. ഭക്ഷണം ഒരായുധമാവും. വെളുത്ത അരി വരുന്നതോടുകൂടി നമ്മൾ പ്രമേഹ രോഗികളെ മാറും. ഒരരിമണി തരുമ്പോൾ പടച്ചവൻ ആ അരിമണിയുടെ പുറത്ത് ഇത് ഉപയോഗിച്ചാൽ എത്ര ഗ്ലൂക്കോസ് കോശങ്ങളെത്താമോ, എത്ര ഗ്ലൂക്കോജൻ കടക്കാമോ, അതിന് കണക്കായ ചവർപ്പ് രസം കൂടി അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പ്രകൃതി അത് ചേർത്തിട്ടാണ് തരുന്നത്. ഒരു ചക്കക്കുരു കഴിക്കുമ്പോൾ എത്ര സ്റ്റാർച്ച് കഴിക്കുമോ ആ സ്റ്റാർച്ചിന് വേണ്ടുന്നത്ര ചവർപ്പ് രസം അതിൻ്റെ തവിട്ട് നിറത്തുള്ള തൊലിയിൽ അടക്കി വെച്ചിട്ടുണ്ട്. വെള്ളക്കാരൻ്റെ മാനസിക അടിമത്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ തവിട്ട് നിറമുള്ള തൊലി മുഴുവൻ ചുരണ്ടിക്കളയും. അതിൽ അയഡിനുണ്ട്. കാരണം ഇത് കഴിക്കുമ്പോൾ അത്രയും അയഡിൻ വേണം. കാരണം അത്രയും തൈറോക്സിൻ ഉണ്ടാക്കണം തൊണ്ട. തൈറോക്സിൻ ഉണ്ടാക്കിയിട്ട് വേണം ഈ സ്റ്റാർച്ചിനെ സ്വീകരിക്കാവുന്ന ഗ്ലൂക്കോസിനാക്കിയിട്ട് മാറ്റാം. അപ്പോൾ തൈറോക്സിൻ വേണം. അത്രയും തൈറോക്സിൻ ഉണ്ടാകത്തക്കോണം അയഡിനും കൂടി ചക്കക്കുരു നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ഇത് മുഴുവൻ ചുരണ്ടി വൃത്തിയാക്കി കഴിക്കും. പഴയ മുത്തശ്ശിമാർ അമ്മിയുടെ മേലെ ചക്കക്കുരു വയ്ക്കും, അമ്മിക്കുട്ടി കൊണ്ടൊരു മുട്ടും, അതിൻ്റെ പുറം തൊലി മാത്രം, പ്ലാസ്റ്റിക് പോലത്തെ തൊലി മാത്രം പൊളിച്ച് കളയും. അതെടുത്ത് മുരിങ്ങയിലയും ചേർത്ത് തോരൻ വയ്ക്കുകയോ പരിപ്പിലിട്ട് ചാറാക്കുകയോ ഏത് കറിയിൽ വേണമെങ്കിൽ ചക്കക്കുരു മുറിച്ച് കഷ്ണാക്കി ഇടില്ല. ഇതാ പ്രയോഗം. ഒരു കുത്തു കുത്തിയാൽ അതാകെ നുറുങ്ങിയിരിക്കും. അങ്ങനെ എടുത്ത് കറിയിലിടും. അപ്പോൾ ഏത് പോവില്ല? തവിട്ട് നിറത്തുള്ള തൊലി പോവില്ല. എങ്ങനെ ഇങ്ങനെ പരിഷ്കാരത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആരാ നയിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ചിരണ്ടി വൃത്തിയാക്കി കഴിച്ചവനൊക്കെ വേറൊരു ഗ്യാസ് ഫാക്ടറി ആക്കിയിട്ട് മാറ്റും. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഇത് എങ്ങനെ ഇങ്ങനൊരു വെട്ടിലേക്ക് നമ്മൾ ചെന്ന് വീണത്? ഇതിനൊരു ഉത്തരം പറയാൻ വിഷമമുണ്ട്. ശുചിത്വം എന്ന പേരിൽ നമ്മൾ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് ശുചിത്വം? ശരീരത്തിന് ആവശ്യമുള്ള ഭാഗം നീക്കം ചെയ്യലല്ല ശുചിത്വം. അനാവശ്യമായ ഭാഗങ്ങൾ, അഴുക്കായ ഭാഗങ്ങൾ നീക്കം ചെയ്യലാണ് ശുചിത്വം എന്ന് നമ്മൾ സ്കൂൾ സിലബസിൽ വന്നില്ല. കാരണം ഇത് ഉണ്ടാക്കുന്നവർ കരുതിക്കൂട്ടിയോ യാദൃച്ഛികമോ അത് പറ്റിയപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആപത്തിലേക്കും എത്തി. നമ്മൾ തൈരിൽ നിന്ന് വെണ്ണ എടുത്ത് മാറ്റി വെച്ചത്
തൈര് കഴിച്ചാൽ രോഗമുണ്ടാകുന്ന കാലത്ത് മോര് മാത്രം കഴിച്ചത്, അഥവാ തൈര് കഴിച്ചാൽ രോഗം വരുന്നവരെല്ലാം തൈര് കഴിക്കാതെ മോര് മാത്രം കഴിച്ചത് ഉണ്ട്. ശ്വാസമുട്ടലോ കഫ രോഗികൾക്ക് ഈ തൈര് കഴിക്കാൻ പാടില്ല, വർജ്യമാണ്. അവർ തൈര് മാറ്റിയിട്ട് മോര് മാത്രം കഴിക്കും, വെണ്ണയങ്ങ് മാറ്റി കളയും. അവർക്ക് പോലും വെണ്ണ കഴിക്കാവുന്ന സമയമുണ്ട്. ശീതകാലത്ത് മജ്ജ കുറഞ്ഞു പോകാതിരിക്കാൻ വെണ്ണ കഴിക്കാം, നെയ്യ് കഴിക്കാം. അതിന് കാലം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഇതിന് കാലം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം നമുക്ക് നഷ്ടപ്പെട്ടു, ആ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു. സ്വസ്ഥവൃത്തം അറിയാതുകൊണ്ട് ആയുർവേദ വൈദ്യന്മാർക്ക് പോലും ഈ അറിവ് നഷ്ടപ്പെട്ടു. ഇതാണ് സ്വാസ്ഥ്യം. സ്വസ്ഥവൃത്തത്തിൻ്റെ അറിവ് നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകും. എങ്കിലും ഇത്തരം അറിവുകൾ മൊത്തമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തായി? നമ്മുടെ ഭക്ഷണശീലം ആകെ മാറി. ഓരോ ഭക്ഷണവും പ്രകൃതിയിൽ സമഗ്രമാണ്. അരിമണി അങ്ങനെ തന്നെ കഴിക്കുന്ന കോഴിക്ക് പ്രമേഹം വരുന്നില്ല, കാരണം തവിടോടുകൂടിയേ കഴിക്കുന്നു. അരി തവിട് നീക്കി കഴിക്കുന്ന മനുഷ്യന് പ്രമേഹം വരികയും ചെയ്യും. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റം എങ്ങനെയാണ് നമ്മെ മാറ്റിയത്? ഫുഡ് ഹാബിറ്റ്സ് മാറ്റേണ്ടത് അവർക്കൊരാവശ്യമാണ്. ഇപ്പോൾ കോഴി ഇറച്ചി എല്ലാവരും കഴിക്കണം. എല്ലാവരും കോഴി ഇറച്ചി കഴിക്കാൻ തുടങ്ങിയാൽ വീട്ടിൽ 2 കോഴിയെ പോറ്റുകൊണ്ട് ഇറച്ചി കിട്ടില്ല. കിട്ടണമെങ്കിൽ വേണം കോഴി ഒരു വ്യവസായമായി മാറുമ്പോൾ കോഴിത്തീറ്റ ചിലവാകും. കോഴിത്തീറ്റ മാത്രമല്ല ചിലവാകുക, കോഴി പെട്ടെന്ന് വളർത്തിയെടുക്കണം. വ്യവസായത്തിന് എപ്പോഴും ലാഭത്തിലേ നോട്ടമുള്ളൂ. മാർക്സ് ഭംഗിയായി പഠിപ്പിച്ചിട്ടുണ്ട്. മുതലാളിത്തത്തിന് ലക്ഷണം, വ്യവസായത്തിന് ലക്ഷണം ലാഭം, ലാഭമേ ലാഭം എന്നാണ് മാർക്സ് നിർവഹിക്കുന്നത്. ലാഭമേ വേണ്ടു അവർക്ക്, വേറൊന്നും വേണ്ട. കച്ചവടം എന്ന് പറഞ്ഞാൽ, വ്യവസായം എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടണം, പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയും. അപ്പോൾ കോഴി 3 മാസം പോറ്റിയിട്ട് കോഴിയെ ചിക്കനാക്കി മാറ്റുമ്പോൾ നഷ്ടമാണ്. 3 മാസം തീറ്റ കൊടുക്കണം, 3 മാസം ഇതിനെ പോറ്റണം. വിൽക്കാൻ 3 മാസത്തേക്ക് വരുമാനം ഉണ്ടാവില്ല. 3 മാസം കഴിഞ്ഞാലേ വിൽക്കാൻ പറ്റുള്ളൂ. ഇതിനെ 2 മാസം കൊണ്ടാക്കാൻ കഴിഞ്ഞാൽ, 1 മാസം കൊണ്ടാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായിരിക്കും വ്യവസായം. അതിന് കോഴിത്തീറ്റയിൽ സ്ത്രീ ഹോർമോൺ കൊടുക്കുക, ഈസ്ട്രോജൻ, OESTROGN ആണ് സ്പെല്ലിങ്, ഓർമ്മിക്കണം. സ്ത്രീ ഹോർമോണാണ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ കോഴി 3 മാസം കൊണ്ട് എത്തേണ്ട വളർച്ചയ്ക്ക് 35 ദിവസമേ വേണ്ടൂ. അപ്പോൾ എത്ര ദിവസത്തെ തീറ്റ കൊടുക്കണ്ടു? 35 ദിവസത്തെ തീറ്റ കൊടുക്കണം. 35 ദിവസം കൊണ്ട് അവർ 60 ദിവസത്തെ തീറ്റ തിന്നിക്കണം കോഴിയെ. അതിനെന്ത് ചെയ്യും? കോഴി പകൽ മാത്രം ഭക്ഷിച്ചാൽ മതിയാവില്ല, രാത്രിയും ഭക്ഷിക്കണം. അപ്പോൾ കോഴിക്കൂട്ടിനകത്തൊരു ലൈറ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ രാത്രിയാണെന്ന് കോഴിക്കുഞ്ഞ് തിരിച്ചറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? രാത്രിയും കോഴി തീറ്റ കഴിക്കും. തീറ്റ കഴിച്ച് കോഴിയുടെ ജീനിൽ തന്നെ, ക്രോമസോമിൽ തന്നെ, കോഴി പകൽ സഞ്ചരിക്കുന്ന ജീവിയാണ്, രാത്രി കിടന്നുറങ്ങേണ്ട ജീവിയാണ്. ഈ കാര്യം റെക്കോർഡിൽ നിന്നേ പോകും. തലച്ചോറിലെ റെക്കോർഡിൽ നിന്നേ പോയി. ഇത് രാത്രി ഉറങ്ങേണ്ടതാണെന്നുള്ള കാര്യം പോയി. കോഴിക്ക് അമിതമായ ജോലി കൊടുക്കാതിരിക്കുക. ഏറ്റവും ചെറിയ കൂട്ടിനകത്ത് കോഴി അടക്കുക, എണ്ണം ഒരുപാടാക്കുക. ഇപ്പോൾ കോഴിക്ക് നീങ്ങാനും നിരങ്ങാനൊന്നും സ്ഥലമില്ലാണ്ട് ആക്കുക. ആക്കി കഴിഞ്ഞാൽ അധ്വാനിക്കാത്തത് കൊണ്ട് കോഴി തിന്നുന്ന ഭക്ഷണം മുഴുവൻ കൊഴുപ്പായിട്ട് പേശിയായിട്ട് രൂപപ്പെടും. അധ്വാനിച്ച് ഊർജം തീർന്നു പോകില്ല. അധ്വാനിക്കുമ്പോൾ ഊർജം തീർന്നു പോകുന്നില്ലേ? തീർന്നു പോവുക എന്ന അവസ്ഥ ഇല്ലാതെ കോഴിയെ പോറ്റുക. ഇതിന് കേജ് ഡിസൈൻ എന്നുകൂടി പറയും. അങ്ങനെ കൂടി കോഴിയെ വളർത്താൻ പറ്റും. വളർത്തിയാൽ തീരെ അനങ്ങില്ല. പശുക്കളെ, ഇറച്ചിക്ക് വേണ്ടി പോറ്റുന്ന പശുക്കളെ അനങ്ങാൻ വിടാതിരിക്കുക. വലിയ കൂടിനകത്താക്കിയിട്ട് അനങ്ങരുത്. അനങ്ങിയാൽ പേശിക്ക് ഉറപ്പ് വന്നുപോകും, ഇറച്ചി ചവക്കേണ്ടി വരും. കൊണ്ട് അനങ്ങാതെ പശുക്കളെ വളർത്തുക. ആകെ വെള്ളം നിറച്ച പോലെ ഉണ്ടാവും. പിന്നെ കറവ അവർക്കൊരു അനാവശ്യമാണ്. കാരണം കറന്നാൽ പാല് പൗഡറാക്കിയിട്ടോ പാലാക്കിയിട്ടോ വിൽക്കണം, പാൽ കെട്ടിയാക്കണം. അവർ പോറ്റുന്ന അത്രയും പശുക്കളുടെ പാല്, ഇത്രയും വലിയ പശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാധനമാണ്. നമ്മൾ ചിന്തിക്കുന്ന പശുവേ അല്ല, അതിൻ്റെ വലിപ്പം ഭീകരമാണ്. അത്രയും ഭീകരമായ ജന്തുവിന് അത്രയും ഇറച്ചി കിട്ടും വിൽക്കാൻ. അതിനെന്ത് ചെയ്യണം? പശു ധാരാളം വെള്ളം കുടിച്ചാൽ ഇറച്ചിക്ക് നല്ല തൂക്കം ഉണ്ടാവും. ഇന്ത്യക്കാർ അറവൻ കൊണ്ടുവന്നതിന് മുമ്പ് പോത്തിനെയും പശുവിനെയൊക്കെ ധാരാളം ഹൈപ്പോ കലക്കി കൊടുക്കും. ലാബിൽ ഫോട്ടോ എടുക്കുന്നവർ ഉപയോഗിക്കുന്ന ഹൈപ്പോ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ പശു കണ്ടമാനം വെള്ളം കുടിക്കും, വിഷമായത്. യൂറോപ്യന്മാർ കാലിത്തീറ്റയിൽ ധാരാളം യൂറിയ കൊടുക്കും. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് യൂറിയ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ യൂറിയ പ്രോട്ടോപ്ലാസ്റ്റിൽ ഇംബാലൻസ് ഉണ്ടാക്കും, അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അസന്തുലിതാവസ്ഥ മാറ്റാൻ നൈട്രജൻ എക്സസ് വരുന്നത് അറിയാലോ. എല്ലാ നൈട്രജനും പൊട്ടിത്തെറി വസ്തുവാണ്. വെടിമരുന്ന് പൊട്ടണമെങ്കിൽ അതിൽ നൈട്രജൻ അടങ്ങിയിരിക്കണം. അത് പൊട്ടാസ്യം നൈട്രേറ്റോ സോഡിയം നൈട്രേറ്റോ ആയിരിക്കും. വെടിയുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, അല്ലെങ്കിൽ സോഡിയം നൈട്രേറ്റ് ആയിരിക്കും. ഡൈനമൈറ്റ് എന്ന് പറയുന്നത് നൈട്രോഗ്ലിസറിനാണ്. അപ്പോൾ നൈട്രജൻ അതിനകത്തുണ്ട്.
ഇനി ഇപ്പോൾ ആസാമിലൊക്കെ പൊട്ടിത്തെറിക്ക് ഉപയോഗിച്ച ബോംബ് അമോണിയം നൈട്രേറ്റ് ആണ്. നൈട്രോഗ്ലിസറിനാണ് അണുബോംബിനകത്തെ ട്രിഗർ. കാരണം വെടി പൊട്ടണമെങ്കിൽ ആദ്യം വെടിമരുന്ന് കത്തിയിട്ട്, അതുകൊണ്ടാണല്ലോ വെടിയുണ്ടയെ മുന്നോട്ട് പായിക്കുന്നത്. വെടിയുണ്ടാന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വെടിമരുന്നുണ്ട്, അതാ കത്തേണ്ടത്. തോക്കിൻ്റെ അകത്ത് ഉണ്ട പൊട്ടണമെങ്കിൽ ആദ്യം നൈട്രജൻ കത്തണം എന്നർത്ഥം. അത് മനസ്സിലായ കാര്യം മനസ്സിലാവും. പശുവിൻ്റെ ശരീരത്തിലേക്ക് നൈട്രജൻ എക്സസ് എത്തിക്കഴിഞ്ഞാൽ പശു ധാരാളം വെള്ളം കുടിക്കും. ഈ വെള്ളം പുറത്തല്ലാണ്ടാവുക, പിഴിഞ്ഞു കഴിഞ്ഞാൽ പോയില്ല, കോശങ്ങളിലുണ്ടാവുക. അപ്പോൾ പശുവിൻ്റെ ഇറച്ചിക്ക് നല്ല തൂക്കം കിട്ടും. കോഴിക്ക് നൈട്രജൻ കൊടുത്താൽ ഒരു മെച്ചമുണ്ട്, കോഴിക്ക് തൂക്കം കൂടും. പക്ഷെ അതിനനുസരിച്ച് മിനറൽസ് ഉണ്ടാവില്ല, ഇംബാലൻസ്ഡായ ഇറച്ചി. വേറൊരു കാര്യം പറഞ്ഞുതരാം. 100,000 കോഴിയെ പറ്റുന്ന കോഴി ഫാക്ടറിയുള്ള ഒരാളാണ് മൃഗവകുപ്പിന്റെ തലപ്പത്തെത്തുക. അയാൾ മന്ത്രിയാവുന്ന തന്നെ കോഴിക്ക് വില കൂട്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ മൃഗമന്ത്രിയെ വിലക്കെടുക്കാൻ കഴിയുന്നതിനാണ് വരിക. എങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന വിജയ് മല്ലയ്യ പാർലമെന്റ് മെമ്പറായത്? ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടല്ല, ഗവൺമെന്റ് നേരിട്ട് റിക്രൂട്ട് ചെയ്യായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ആളാണ് അയാൾ, മദ്യം ഉണ്ടാക്കുന്ന ആളാണ് വിജയ് മല്ലയ്യ. എന്താ അയാൾക്ക് അർഹത? അയാൾ ഏറ്റവും കൂടുതൽ മദ്യം ഉണ്ടാക്കുന്ന ആളാണെന്നുള്ള അർഹത. അയാളുടെ വിമാനമാണ് കിങ് ഫിഷർ. അതിനകത്താണ് നേരിയ അടിയുടുപ്പ് മാത്രം ഇട്ട പെൺകുട്ടികൾ വിമാനത്തിലെ സർവീസിംഗ് എയർ ഹോസ്റ്റസായി മാറുന്നത്. ആ പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലും വിജയ് മല്ലയ്യാണ് നേരിട്ട. ആ വിമാനത്തിൽ കയറിയാണ് PJ ജോസഫ് അക്രമകാരിയായത്. മന്ത്രിയുടെ കുറ്റം മാത്രമല്ല, സാഹചര്യവും കൂടിയാണ്. ഏത് വ്യക്തിയെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മൾ അതുകൂടി പരിഗണിക്കണം. അത്രയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് വിമാനത്തിൽ കയറാൻ പറ്റി ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇതിനകത്ത് കയറി ആരും PJ ജോസഫ് ആവും, ഞാൻ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് കത്തെനിക്ക് വന്നപ്പോഴാ കാര്യം മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് കാര്യം. ഒരു കാര്യം കൂടി, എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വിജയ് മല്ലയ്യയുടെ ഫാക്ടറിയിലാണ്. ലോകത്തിലെ എൻഡോസൾഫാൻ നിരോധിക്കാനുള്ള 41 രാജ്യങ്ങളുടെ, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന 41 രാജ്യങ്ങളുടെ മീറ്റിംഗ് കൂടിയപ്പോൾ അതിന് പോയത് വിജയ് മല്ലയുടെ ഫാക്ടറിയുടെ മാനേജർ AK ദുബെയാണ്. ആ മീറ്റിംഗിന് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. കാസർഗോഡ് എൻഡോസൾഫാൻ അടിച്ചിട്ട് തകർന്നു പോയ കുടുംബത്തിലെ ഒരു തൊഴിലാളി സ്ത്രീയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ നാട്ടി കിട്ടും. പെണ്ണുങ്ങൾ ചത്തുപോയാലും മല്ലയെ ജീവനോടെ പുറത്തുവിടാൻ വരുമായിരുന്നു. പക്ഷേ പറ്റിയില്ല. നമുക്ക് AK ദുബെയാണ് പോകുന്നത്. AK ദുബെ വിജയ് മല്ലയുടെ ഫാക്ടറിയുടെ മാനേജറാണ്. അയാൾ മാത്രമാണ് എൻഡോസൾഫാൻ നിരോധിക്കുന്നതിനെ എതിർത്തത്. അതുകൊണ്ടാണ് എൻഡോസൾഫാൻ നിരോധനമില്ലാതായത്. എങ്ങനെയാണ് പോയത്? ഏത് മന്ത്രി അയച്ചത്? ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഏത് വകുപ്പാണ് അയച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ കാർഷിക വകുപ്പിന് പ്രതിനിധീകരിക്കാൻ AK ദുബെക്ക് എന്താ അധികാരം? നമ്മൾ 30-35,000 രൂപ ശമ്പളം വാങ്ങുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ പോറ്റുന്നുണ്ട് ഇന്ത്യയിൽ. ആയിരക്കണക്കിനല്ല, 10,000 കേരള കാർഷിക സർവകലാശാല തന്നെ എത്രണ്ണമുണ്ട്? 30,000-35,000 ശമ്പളമുണ്ട്. ഇനി ഈ മീറ്റിങ്ങിന് പോയാൽ അതിനേക്കാളും പൈസ കൊടുക്കും. അവരൊന്നും അയക്കാതെ എന്തിനെ ദുബൈ അയച്ചത്? അതുകൊണ്ട് ഗവൺമെൻറ് ഇതൊക്കെ തന്നെയാണ്. ജനാധിപത്യം തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മൾ പറയുന്നതല്ല. ജനാധിപത്യത്തിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്, അതിനേക്കാളേറെ ദോഷങ്ങളും ഉണ്ട്. തിരുത്താൻ നോക്ക്. ശാസ്ത്രജ്ഞന്മാർക്ക് മുഴുവൻ ട്രെയിനിങ് കൊടുക്കുന്ന ബഹിരാഷ്ട്ര കുത്തകളാണ്. നമുക്ക് ശാസ്ത്രമില്ല, ബിരുദമില്ല, സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? അതെ, ചില കാര്യങ്ങൾ നിരോധിച്ചു കിട്ടും. കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് എൻഡോസൾഫാൻ നിരോധിപ്പിച്ചത് ഹൈക്കോടതിയിൽ ഒരു കേസ് പോയിട്ടാണ്. ഡൈക്കോഫോളിനെ നിരോധിപ്പിച്ചത് വൺ എർത്ത് വൺ ലൈഫ് നോട്ട് സംഘടന ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ടാണ്. നിരോധിച്ചില്ല, ഒരു സ്റ്റേ ഉറപ്പിച്ചു. ആ സ്റ്റേ അവിടെ കിടക്കുന്നതുകൊണ്ട് ഡൈക്കോൾ അടിക്കാത്തത്. പക്ഷേ സ്റ്റേ ഉണ്ടെങ്കിലും ഇന്നും നിരോധനമില്ല. നിരോധിക്കാൻ ജഡ്ജിക്ക് തെളിവ് വേണം. ഏത് കേരളത്തിലെ ഡോക്ടറാണ് കാസർഗോഡ് ഇത്രയും ആളുകൾ ക്യാൻസർ വന്ന് മരിച്ചിട്ടും, ഇത്രയും ആളുകൾക്ക് വികലാംഗരായി മക്കൾ ജനിച്ചിട്ടും, ഇത്രയും അമ്മമാര് കഷ്ടപ്പെടുകയാണ്? കാണേണ്ട കാഴ്ചയാണത്. ഒരു കുട്ടി വികലാംഗൻ ജനിച്ചാൽ ആ അമ്മയുടെ ജീവിതം തീർന്നു. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല, എപ്പോഴും കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ള അമ്മമാരുണ്ടായിട്ട് ആരാണ് ഹൈക്കോടതിയിൽ തെളിവ് കൊടുത്തത്? ഒരു ശാസ്ത്രജ്ഞനെ കിട്ടിയില്ല. ഒരു ശാസ്ത്രജ്ഞനെ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചു. ഡോക്ടർ അബ്ദുൽ സലാം. അയാൾ പോകുമ്പോൾ ഇങ്ങനെ കുടിവെള്ളവും കൂടി കാറിലെടുത്തിട്ട് പോയത്. അന്വേഷിച്ച് വന്നിട്ട് എൻഡോസൾഫാൻ ഏറ്റവും വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല കീടനാശിനിയാണ് എന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചു. അതുകൊണ്ട് എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ ഇട്ടാൽ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നുള്ളത് കൊണ്ട് ഉടനെ അയാളെ ഇവിടുന്ന് റിട്ടയർമെൻറ്റ് വാങ്ങിച്ചിട്ട് നൈജീരിയയിൽ എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി കൊടുത്തു. അയാൾ അങ്ങോട്ട് പോയി. നമ്മളിങ്ങനെയാണ്. ഈ തത്വം മനസ്സിലാക്കിയാൽ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന് മനസ്സിലാവും. ഇതൊക്കെ പിന്നിൽ ഉരുപ്പെട്ടി കളികൾ. അതുകൊണ്ടാണ് ഈ കളികൾ മനസ്സിലാവണം. നമുക്ക് വിഡ്ഢിയാവാം, എവിടെയും ആരുടെ മുന്നിലും വിഡ്ഢിയാവും.
ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ കോളേജ് കുട്ടികളോ ഹൈസ്കൂൾ കുട്ടികളോ ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വെട്ടിക്കളിയും ഞങ്ങൾ കളിക്കും. പക്ഷേ എന്നെ വെട്ടി ആക്കാൻ ഞാൻ അനുവദിക്കില്ല ആരെയും.